ഗുഡ് മോർണിംഗ്. ഇത് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ പറഞ്ഞ പോലെ മോർണിംഗ് നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് പോകണം. അവിടെ 4 മണി 5 മണി ആകുമ്പോൾ അവിടെ ദീപാരാധന പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് അവിടെ എത്താവുന്ന ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും എണീറ്റു 4:30. അപ്പോൾ ണ്ട് ചേട്ടനായിട്ടുണ്ട്. ബാഗ് അവിടെ പാക്ക് ചെയ്യുന്നുണ്ട്. ബാഗൊക്കെ ഞങ്ങൾ ഇന്നലെ നൈറ്റ് പോകണേക്കാട്ട് മുന്നേ കിടക്കണേക്കാട്ട് മുന്നേ തന്നെ ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ആയിട്ട് അധികം പരിപാടി കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ബാഗ് ഫുള്ള് ക്ലീനാക്കി എല്ലാ സാധനങ്ങളൊക്കെ അതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ ബാഗ് അതും ഫുള്ള് അതിൽ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഋഷിയുടെ ബാഗ് അതുപോലെ തന്നെ അളിയൻ്റെയും ചേട്ടൻ്റെ ബാഗ് അപ്പുറത്താണ്. ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ റൂം. പിന്നെ അതുപോലെ വേറെ റൂം വരുന്നത് അവരുടെ റൂം ഇതാ പുറത്താണ്. അപ്പുറത്തെ റൂം. മോർണിംഗ് 4:30 ആയിട്ടുള്ള കേട്ടോ. ഇരുട്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വോയിസൊക്കെ ഉണ്ടാവും. എനിക്കായിട്ടുള്ളൂ. എനിക്ക് പല്ലേച്ച് ക്ലീനായി. ബാത്റൂം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതാ എല്ലാവരും എന്താ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ റോഡിലിറങ്ങി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മോർണിംഗ് വാക്ക് ഉണ്ട്. ഇന്നലെ കണ്ട ടോട്ടോ കിട്ടണ വരെ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എപ്പോഴാണ് കിട്ടുക അറിയില്ല. അപ്പോൾ കിട്ടണ വരെ നടക്കുക. നമുക്ക് മോർണിംഗ് ഒരു എക്സസൈസ് ആവും. ജസ്റ്റ് എനിട്ടുള്ളൂ നമ്മൾ എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടാണ്. ഇത് വേണ്ട, നമുക്ക് ഇലക്ട്രിക് മതി. ഒരു ടോട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ പോകാനുള്ള പരിപാടി നോക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ള എൻട്രൻസ് വരുന്നത്. നമ്മളപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ ആളുടെ പൈസ കൊടുത്ത് ഇപ്പോൾ നടക്കുകയാണ്. നമ്മൾ ഇന്നലെ രാത്രി വഴിക്കല്ല വന്നത്. ഇന്നിപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് നടന്നിട്ട് ഈ വഴി കൂടിയാണ് നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോഴാണ് നേരം വെളുക്കണം അല്ലേ? ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുക്കുന്നത്. കുറേ ആൾക്കാർ ഇത് കൊള്ളാം കേട്ടോ. ഇതാണ് അവിടുത്തെ മെയിൻ പോയിന്റ്. പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. തണുവുണ്ടല്ലേ? തണുവില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് തണുക്കുന്നുണ്ട് ഇവിടെ. ആഹാ അടിപൊളി. അപ്പോൾ ഇതാണ് ശരിക്കും ഈ നേരത്തെ ആൾക്കാർ വന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇന്നലെ കണ്ട പോലെ പൂവും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു താലം പോലെ ആക്കിയിട്ട് ആൾക്കാർ വെള്ളത്തിൽ ഒഴുക്കി വിടുന്നുണ്ട്. അവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ ഈ നേരത്ത് പോകണം കേട്ടോ. ഇതാ അതാണ് ഞാൻ പറഞ്ഞ പൂജയും കാര്യങ്ങളും. ആൾക്കാർ കണ്ടില്ലേ? പിന്നെ ഇറങ്ങുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. ഇത് രണ്ട് ബസ് അവിടെ വലിയൊരു അത് ആക്ച്വലി നദി. ഇതെനിക്ക് തോന്നുന്ന സൈഡ് ഇതാക്കിയിട്ട് ഇങ്ങനെ ഒഴുക്കണമുണ്ട്. അവിടെ നിറച്ച് കച്ചവടം കാര്യങ്ങൾ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് റോഡ് സൈഡിൽ തന്നെ. അവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കണ്ടില്ലേ? ഞാനിപ്പോൾ നിൽക്കണതിൻ്റെ 2 സൈഡിലും ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട്. അനൗൺസ്മെൻ്റ് ഒക്കെ സമയം ഇപ്പം എത്രയായി? അവിടെ കണ്ടില്ലേ? അതൊക്കെ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. ആൾക്കാർ മുഴുവൻ കുളിക്കുന്നുണ്ട് കേട്ടോ ഈ നേരത്ത്. നല്ല തടുത്ത് കുറച്ചിരിക്കും ആൾക്കാർ മുഴുവൻ വന്ന് കുളിക്കുന്നുണ്ട്. കാരണം മെയിനായിട്ട് ആൾക്കാർ ഇവിടെ വരുന്നതും ഇതിനൊക്കെ തന്നെയാണ്.
ഇപ്പോൾ സമയം 4:30 ആയിട്ടുള്ളൂ കേട്ടോ. ആൾക്കാർ മുഴുവൻ ഇവിടുത്തെ ഈ ആരതി വീഴണ ചടങ്ങുണ്ട്, അതൊക്കെ കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഒരു ക്ലിയർ വ്യൂ കാണുന്നത്. നല്ലൊരു ഫീലുണ്ട്. അതുപോലെ ഗംഗ ഒഴുകണുണ്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നെ, സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്പീഡിലാണ് കുത്തി വലിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് മുഴുവൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് പാസ് ചെയ്യാനുള്ള, ഈ തിരക്ക് വരുന്ന ടൈമിൽ പാസ് ചെയ്യാനുള്ള ഇതാണ്. ഈ ഒരു ബ്രിഡ്ജ് കണ്ടോ ഞങ്ങൾ, ഇതും ഭയങ്കരമായിട്ടുണ്ട്. ഫുള്ള് ഇരുമ്പ് പാലാണ്. തിരക്ക് വരുന്ന ടൈമിലൊക്കെ ഇവിടെ ഓപ്പൺ ആണ് ഓൾറെഡി. ആ കാണുന്ന 2-3 പാലങ്ങൾ ക്ലോസ്ഡാണ്. എനിക്ക് തോന്നുന്നു തിരക്ക് വരുന്ന ടൈമിൽ ഓപ്പൺ ചെയ്ത് വിടാനുള്ളതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ ആൾക്കാർ മുഴുവൻ വന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഇവിടെ ഒരു ഗംഗാരതി എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗംഗാദേവിനെ പൂജിക്കുന്ന ഒരു കൺസെപ്റ്റിൽ ഒരു ചടങ്ങ് നടത്തുന്നതാണ്. എനിക്കറിയണമെങ്കിൽ കൂടുതൽ കുറച്ചുകൂടി ചേട്ടന് അറിയാം. ഇതെന്താ ശരിക്കും എന്താ സംഭവം എന്ന് പറയുന്നത്? ഇത് ഗംഗേനെ നമ്മൾ ഭഗവതിയായിട്ട് സങ്കല്പിച്ച് ആരതി ചെയ്യുക, പൂജിക്കുക, ദീപാരാധന ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കാണാനാണ് ഇവിടെ ആൾക്കാർ മുഴുവൻ വന്നിരിക്കുന്നത്. പിന്നെ 2 കരയുടെ 2 സൈഡിലും ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വന്നിരിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ ലൈൻ മൊത്തം ഉണ്ട്. പിന്നെ അതാ അപ്പുറത്തെ കരയിലും ഉണ്ട്. അപ്പുറത്തെ കരയിൽ ആൾക്കാർ ഇതുപോലെ തന്നെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ അവിടെ ഒരു പൂജാരി ഇരിക്കണ പൂജ ചെയ്യുന്നുണ്ട്. അതുപോലെ കുറേ ആൾക്കാർ ഗംഗയിൽ മുങ്ങിയിട്ട് പൂജയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ സ്പോട്ട്. നമ്മൾ ഇന്നലെ വന്നിട്ട് വേറൊരു സൈഡിൽ പോയി, അവിടെ ഇതുപോലത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതൊന്ന് ഓണാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗംഗാനദിയുടെ കുറുകെയുള്ള പാലത്തിൻ്റെ ഷേപ്പ് ഒരു മിനിറ്റ്. അതാ ഇവിടെ വന്നിട്ട് നമുക്കൊരു ഇതൊക്കെ കുത്തിത്തരുന്നുണ്ട്. എന്താ സംഭവം അറിയാൻ പാടില്ല, എത്ര രൂപ ചോദിക്കുന്നുള്ളത് എനിക്കറിയില്ല. താങ്ക് യു. ഇത് നമുക്ക് ചെയ്തു തരണാണോ? ഇത് പൈസ കൊടുക്കണ്ടേ? എന്നെ വന്ന് അവർ കുത്തി തന്നു, അതിന് ശേഷം പൈസ ചോദിക്കണത്. രാഘവട്ടം പൈസ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇപ്പം എന്ത് ലുക്ക് ഉണ്ട് എന്നുള്ള എനിക്കറിയാൻ പാടില്ല. ഋഷിനൊക്കെ നല്ല ലുക്കാണ്. ഞാൻ ചെയ്ത് ഞാൻ തന്നെ കൊടുക്കണത്. ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് കൊടുത്തോട്ടെ. ഞങ്ങളെല്ലാവരും ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ എടുക്കണം കേട്ടോ. എല്ലാവരും ഋഷിയാണ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. രാഘവൻ്റെ ഫോട്ടോ ഓൾറെഡി എടുത്തു. ഇനി അവിടെ നിന്ന് സൺറൈസ് കാണാം കേട്ടോ. അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ലാത്ത സൺറൈസ് ആ പാലത്തിൻ്റെ അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ പിന്നെ പൂജാ സാധനങ്ങളൊക്കെ എല്ലാപ്പോഴും വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും.
Devi Road. Now open. 3 minutes. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. रील्स बनाने के लिए यूट्यूब के लिए हाँ यूट्यूब के लिए रील्स कौन बनाते हैं. അപ്പോൾ നമ്മൾ വെറുതെ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിവിടെ ചൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. എന്താണെന്ന് അറിയില്ല. ക്ഷേത്രം പോലെ പോകുന്നുണ്ട്. ഡാം രാവിലെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കുറവ്. ആൾക്കാർ ഭയങ്കര കുറവാണ്. അവരിതാ ഫ്രണ്ടിൽ അടങ്ങുന്നുണ്ട്. ഇത് സാധനം പറയല്ലേ, സൗണ്ട് കുറവാണ്, പക്ഷെ ഹോണിൻ്റെ സൗണ്ട് നല്ല സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് വണ്ടിക്ക് സൗണ്ട് ഇല്ലെങ്കിൽ അവർ ഹോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. സ്ട്രീറ്റ് എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. മോർണിംഗ് ഇനിയിപ്പോൾ കോർപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും ക്ലീനിങ് പരിപാടി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷെ നല്ല ക്ലീനാണ് വന്നത്. എന്താ നമ്മുടെ പരിപാടി എന്താ? ആഹാ, ഇത് വന്നിട്ടുണ്ടല്ലോ, മോദി ഭവൻ. ഞങ്ങളുടെ എല്ലാവരും കോലം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളെ പിടിച്ച് മുക്കിച്ച് കളഞ്ഞു. 3 കുത്തായിരിക്കും, 3 കുത്ത് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും കാണാനില്ല. നമ്മളെ രണ്ടുപേരും ഒരു ലേഡിയാവും ചെയ്തിട്ടുണ്ടാവുക തൊടിച്ചത്. किधर अयप्पा में मंदिर का उधर काम कर दिया. हेल्प करता है. ठीक है. നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ചായ ഉണ്ടാക്കി തരാം. അവിടെ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവിടെ തന്നെ ഈ ചേട്ടൻ ജോലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയണത്. ഇവിടെ മോർണിംഗ് നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാനും ചായ കുടിക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് അയ്യപ്പട്ടമ്പൾ. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അയ്യപ്പട്ടമ്പളുടെ സൈഡിൽ തന്നെ ഉള്ളൊരു ചെറിയൊരു ഹോട്ടലല്ല, ചെറിയൊരു ചായക്കട. അവിടെ ചായ കുടിക്കുകയാണ്. നോക്കട്ടെ, കുടിച്ചു കഴിഞ്ഞിട്ട് പറയാനുണ്ട്. നല്ല ചൂടുണ്ട്, അത് കാരണം കുടിക്കാം. ഉഷാറ് ചായ, രാവിലത്തെ ഫസ്റ്റത്തെ ചായ ഉണ്ടോ, നല്ല അടിപൊളി ചായ, നല്ല ഇഞ്ചൊക്കെ ചായച്ചിട്ട് ഉഷാറ് ചായ. സാധാരണ ഇതിനെ കട്ടിങ് എന്നല്ലേ പറയാ, ഈ ചായന, ഈ ടൈപ്പ് ചായന കട്ടിങ്. നോർത്തിൽ കിട്ടുന്ന മെയിൻ സാധനമാണ് കട്ടിങ്. ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, ബോംബെ അതിനകത്ത് കിട്ടുന്ന സാധനം നമ്മൾ നേരത്തെ കുടിച്ച ചായ ഉണ്ടല്ലോ, അത് ഞാൻ ഒന്നുകൂടി വാങ്ങിയിട്ടാ. നല്ല അടിപൊളി ചായ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ജിഞ്ചർ ടീ, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ജിഞ്ചർ ടീ കുടിക്കുന്നത്. അപ്പോൾ അതിനൊരു ഇത് കാരണം പിന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയാണിത്. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണാം. ഈ വഴിയൊക്കെ നേരെ നടന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു ചായ കൂടി പറഞ്ഞിട്ട് ഇതുകൂടി കുടിച്ച് റെഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ഒരു 7 മണി 7 ആകുമ്പോഴേക്കും നമുക്ക് പറഞ്ഞിട്ടുള്ള കാറുണ്ട്, ക്യാബ്. അപ്പോൾ ആൾ വരും. ആൾ വന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഈ ചായ ഒന്ന് കുടിച്ച് തീർക്കട്ടെ.